ദഹിപ്പിക്കണമെന്നേശേഷം സ്നേഹം നൽകണം എൻ പ്രഭു. ദഹിപ്പിക്കണമെന്നേശേഷം സ്നേഹം നൽകണം എൻ പ്രഭു. We
നിന്നോടെൻ ദൈവമേ ഞാൻ ചേരട്ടെ, നിൻ ക്രൂശു ഞാൻ വഹിക്കുന്നാലുമേ എൻ ഗീതം എന്നുമേ നിന്നോടെൻ ദൈവമേ, നിന്നോടെൻ ദൈവമേ ഞാൻ ചേരട്ടെ.
അച്ഛന്മാരും ജോലിച്ചായും തോമസ് കുട്ടിയുമായിട്ടൊക്കെയുള്ള പരിചയം ആ കുടുംബത്തില് അച്ഛൻ്റെ സഹോദരൻ ആയിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഏറെ ഞങ്ങൾ ഈ സമയത്ത് അയവരൊക്കെ എൻ്റെ കൂടെ എൻ്റെ അമ്മയുടെ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുടുംബത്തിലൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ആത്മാ സന്തോഷം ഞങ്ങൾ അവിടെ അയവർക്ക് വേണം. ഒരു കുടുംബമാണ് കുടുംബം. അതുപോലെ തന്നെ എന്നെ പോകണം ചെത്തുവഴി കൊടുക്കുന്നതിൻ്റെ അംഗങ്ങളാണ്. എൻ്റെ അമ്മയുടെ പോലെ രമാശനോടുള്ള ജലത്തിന് വേണ്ടി ആ കുടുംബത്തിന് വേണ്ടി ഐശ്വര്യം അറിയിക്കുന്ന ഞങ്ങൾക്കൊക്കെ അത് വലിയ ബന്ധം ഇതിനെക്കോട്ടിൽ പ്രത്യേകമായിട്ട് മക്കളുമായിട്ടുണ്ട് എന്ന് ഈ സമയത്ത് ചോദിച്ചാലും പ്രത്യേകം ഓർക്കും. ഒരു ഭാര്യയുടെ വിയോഗം നഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഇടയ്ക്കിടെ രോഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന അശ്വിൻ്റെ കല്യാണത്തിന് കച്ചവട പള്ളിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം രോഗം ഒക്കെ പല സന്ദർഭങ്ങളിൽ മൂർച്ഛിക്കുകയും കുറയുകയൊക്കെ ചെയ്തിരുന്നാൽ ഈ ലോകത്തിൽ ഇപ്പോൾ വേർപെടുകയാണ്. ഇവര് വടക്കേ കേരളത്തിലായിരുന്നു അനേകം നാളെങ്കിൽ അതുകൊണ്ട് മറ്റുള്ളവരെ പോലുള്ള വലിയ സൗഹൃദമൊന്നും പങ്കിടുവാനായിട്ട് അവസരം ലഭിച്ചില്ല. ഇപ്പോൾ ഈ ശിവാനത്ത് താമസിക്കുമ്പോൾ കുറിച്ചൊക്കെ അറിയുകയും കേൾക്കുകയും അങ്ങനെ വിവരങ്ങളൊക്കെയും അറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. വൈകുന്നേരത്തെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് സാധനങ്ങളുള്ള വിശുശിമാശം കുട്ടപ്പുള്ളിയുടെ വകയാണ്. എൻ്റെ വ്യക്തിപരമായി സ്നാനായ സമുദായത്തിൽ എന്നുള്ളതായ രീതിയിൽ സ്നാനായ സമുദായത്തിന് വേണ്ടി അതുപോലെ തന്നെ ചെറുപുഴി കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകിച്ച് കുട്ടങ്ങളിൽ സഹോദരങ്ങൾക്ക് വേണ്ടിയൊക്കെ ഈ സമയത്ത് കുടുംബാംഗങ്ങൾ ഞങ്ങൾ അനിശ്ചിതം അറിയിക്കുകയാണ്. പള്ളിയിൽ നാം കിടക്കുവാൻ പോകുന്ന വേദ വായന എന്ന് പറയുന്നത് കർത്താവ് ഒരു ഉപമ നമ്മളോട് പറയുന്നത് എല്ലാവരോടുമായിട്ടാണ് പറയുന്നത്. സ്വർഗരാജ്യം എന്താണ്? ഇതാണ് നമുക്ക് എല്ലാവരോടും അറിയാം എന്നുള്ള ഒരു ധാരണ ഉള്ള സ്ഥലമാണ് സ്വർഗരാജ്യം. ആരോടൊന്നും ചോദിച്ചാൽ മുകളിലോട്ട് നോക്കും, മുകളിലാണ് സ്വർഗരാജ്യം. അപ്പൊ സ്വർഗരാജ്യം എന്താണെന്നുള്ള നല്ല ബോധ്യം നമുക്കുണ്ടാവണം. അതാണ് സ്വർഗരാജ്യം ലഭിക്കുമെന്ന്. നമുക്കൊരു ഓട്ടം ഓടുമ്പോൾ ഫിനിഷിംഗ് പോകുന്നത് ഏതാണെന്ന് അറിയാതെ ഓടുന്നതുകൊണ്ട് അതുകൊണ്ട് സ്വർഗം നമുക്ക് വേണം. എവിടാണ് എന്താണ് എന്നറിയണം. അതാണ് വാസ്തവം. പള്ളിയിൽ വെച്ച് പറയുന്നത് സ്വർഗരാജ്യം മണവാളനെ പ്രതീക്ഷിച്ചിരിക്കുന്ന 10 കന്യകമാർക്ക് സദൃശ്യമാണ്. ഒരു ഉപമയാണ്, നടന്നതല്ലോ. ഈ ഉപമയുടെ കഥാപാത്രങ്ങൾ നാമായി ആ ഉപമയിൽ നാം അതിന്റെ ഭാഗമാകുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഉപമ എങ്ങനെ സ്പർശിക്കുന്നു, നമ്മുടെ ഓരോരുത്തരെയും എങ്ങനെ സ്പർശിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ 10 കന്യകമാരിൽ 5 കന്യകമാരുടെ പ്രത്യേകത അവർക്ക് നല്ല ബുദ്ധിയുള്ളവരായിരുന്നു. 5 പേരെ ആർക്കും ബുദ്ധിയില്ലാത്തവരായിരുന്നു. കാരണം അവര് ആ മെറ്റഫർ എന്ന് പറയുന്നത് 10 കന്യകമാര് 10 ദീപയിഷ്ടികൾ, വിളക്ക്, എണ്ണ ഇങ്ങനെയുള്ളതായ ചില ഘടകങ്ങളെ കോർത്തിണക്കിയാണ് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുന്നത്. ഇത് നമുക്ക് ചിന്തിക്കേണ്ടതാണ്. ഇതിൽ ഏത് കന്യകമാരുടെ പക്ഷമാണ് നമ്മൾ? അതായത് എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾ വന്ന ലോകസ്ഥാപനത്തിന് മുമ്പായി സ്ഥാപിച്ചിരിക്കുന്ന സ്വർഗരാജ്യം അവകാശമാക്കി കൊള്ളുകയും എന്നുള്ളതായ ആ അനുഗ്രഹിക്കുന്ന ശബ്ദം കേട്ട വെളിച്ചം വഹിച്ചിരിക്കുന്ന വെളിച്ചമുള്ളവരായ 5 കന്യകമാരെ ബുദ്ധിയുള്ളവരാണ്. എന്നാൽ നിങ്ങളെ അറിയുന്നില്ല എന്നുള്ളതായ ആ വചനം കേട്ട് നിരാശരാകുന്ന ബുദ്ധിയില്ലാത്ത 5 പേര്. നമുക്ക് ബുദ്ധിയുള്ള 5 പേർക്ക് ഉള്ളതായ അവകാശം എന്ന് പറയുന്ന സ്വർഗരാജ്യം. അതാണ് വീണ്ടും സ്വർഗരാജ്യം എങ്ങനെയാണ്? സ്വർഗരാജ്യത്തെ കുറിച്ച് ഒത്തിരി പറയുന്നുണ്ട്. കുടിയനായ പുത്രന്റെ ഉപമ പറയുന്നത്, കാണാതെ പോയ ആടിന്റെ ഉപമ പറയുന്നത്, നഷ്ടപ്പെട്ട പണത്തിന്റെ കണക്ക് പറയുന്നത്. ഇതെല്ലാം നേടിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ് സ്വർഗരാജ്യം. അത് ഈ ലോകത്തിൽ നാം ആരംഭിക്കണം. കാരണം ഞാൻ ലോകാവസാനത്തിൽ നിങ്ങളോട് കൂടെയുണ്ട്, ഞങ്ങൾ വിട്ടുപിരിയിൽ എന്ന് പറയുന്ന ആ കർത്താവും അവരുടെ കൽപ്പിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവും നമ്മളോട് കൂടെ ഉള്ളപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ സ്വർഗരാജ്യം ആരംഭിക്കണം. അതിന്റെ പൂർത്തീകരണമാണ് നമുക്ക് സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള പ്രത്യാശ. ഇവിടെ നരകതുല്യമായി ജീവിച്ച്, നരകതുല്യം എന്ന് പറയുമ്പോൾ വാഴക്കും അതുപോലെ സഹോദരന്മാരുടെ സ്നേഹവും ഒക്കെ ഇല്ലാത്ത ഒരു ജീവിതം ഇവിടെ സ്വർഗമല്ലല്ലോ. ആ സ്വർഗരാജ്യം ഇവിടെ തുടങ്ങി ഇതിന്റെ ഒരു കൾമിനേഷൻ, ഇതിന്റെ പൂർത്തീകരണമാണ് വാസ്തവത്തിൽ നാം ആഗ്രഹിക്കുന്നു, നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതായ ആ സ്വർഗരാജ്യം. അതുകൊണ്ട് അത് നേടുവാനായിട്ട് സാധിക്കണം. ഇത് ഈ വലിയ പോലെ ഈ രാശിയുടെ വേർപാട്, ഈ രാശിയുടെ വേർപാടിൽ നമുക്ക് ലഭിക്കേണ്ടതായ ദൂതകളാണ്. നമ്മളെ കുടുംബാംഗങ്ങളോടുമൊക്കെ പ്രാർത്ഥന അറിയിക്കുന്നുണ്ട്, നാം അനുശോചനം അറിയിക്കുന്നുണ്ട്. പക്ഷെ എന്റെ ജീവിതത്തോട് ചേർത്ത് വെക്കുവാനുള്ള സന്ദേശം
എനിക്ക് ലഭിക്കേണ്ടത് പ്രത്യാശയോടും പ്രകാശത്തോടുകൂടി ആ സ്വർഗീയ മണവാളനെ സ്വീകരിക്കുന്ന മണവാട്ടിയുടെ അംഗങ്ങളായി മണവാട്ടിയായി തീരണമേ എന്ന് നമുക്കും ഈ രാശിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഇവിടെ വന്ന പ്രാർത്ഥന നടത്തി മറ്റു ക്രമീകരണങ്ങൾ സമയത്ത് പ്രാർത്ഥിക്കുന്നത്. കർത്താവേ നിന്റെ ശരീരങ്ങൾ
ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീയാട്ട് സിനിമകൾ ഭരണം വീണ് പോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതം കഴിഞ്ഞു പോവുകയും ഭൂമിയിൽ വെച്ച് ചേർന്നുപോയ സർവ ശരീരങ്ങൾ പുനരായ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിനെയും സൃഷ്ടിതാൽ നിർമ്മിതാകുന്നതിനെയും സൃഷ്ടി ശക്തിയുടെ വചനത്താൽ നീ വീണ്ടുമവയെ സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ.
തന്മാറിലായി ചേർന്നുറങ്ങുന്ന ശാന്തത. തന്റെ ആകാശം ഭൂമി നിറഞ്ഞിരിക്കുന്ന പ്രധാനായ ദൈവമായ
ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ. ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ. നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. അല്പകാലമീ യാത്രക്കാർ നമ്മൾ പാരിൻ വീതിയിൽ ഒന്നിച്ചു. തമ്മിൽ തമ്മിൽ നാം സ്നേഹിച്ചു. സുഖദുഃഖമേതുമേ പങ്കിട്ടു. എപ്പോൾ ദൈവം വിളിച്ചാലും അങ്ങ് പോകയെന്നതല്ലേ ചിതം. ഉണർവോ നിദ്രയോ ജോലിയെന്നല്ല, എപ്പോഴായാലും പോകണം. ഏതൊരാപത്തു വന്നാലും ഓടിയെത്തുന്ന പ്രിയ സ്നേഹിതരേ. ഏതൊരാപത്തു വന്നാലും ഓടിയെത്തുന്ന പ്രിയ സ്നേഹിതരേ. ഒറ്റപ്പെട്ടൊരു നേരത്തും വിട്ടു പോകാതെ കൂടെ നിന്നവരേ. ഒറ്റപ്പെട്ടൊരു നേരത്തും വിട്ടു പോകാതെ കൂടെ നിന്നവരേ. വീട്ടുവാനെനിക്കാകുമോ ആത്മഭാവമാം കടപ്പാടുകൾ. നിങ്ങളൻ ശവമഞ്ചം പേറുക, എന്നെ ദൈവത്തിനേകുക. എന്റെ ജീവന്റെ ജീവനാകുന്ന മക്കളെ പോയിടട്ടെ ഞാൻ. എന്റെ പ്രാണന്റെ ഭാഗമായി തീർന്ന എൻ സഖിക്കുമെൻ വന്ദനം. വിടരും മുൻപങ്ങ് വാടും പൂമൊട്ട് പോലവേ ഞാനും പോകുന്നു. യൗവനത്തിൽ ഞാൻ പോകുന്നതോർത്ത് നൊന്തു നീറേണ്ടൻ
സിയോനിൽ ഞാനിനിയൊരു സുന്ദര സുനമാകട്ടെ. സ്വർഗതാതന്റെ നിധി ഭൂവിലെ വാസകാലം അഗ്രാഹ്യമാ. പ്രായമേറിയ കാലത്ത് വീട്ടിൽ സ്ഥാനമില്ലാതായി തീർന്നപ്പോൾ, പ്രായമേറിയ കാലത്ത് വീട്ടിൽ സ്ഥാനമില്ലാതായി തീർന്നപ്പോൾ, പൊന്നുമക്കളെ നിങ്ങൾക്കായി ഞാൻ നൊന്ത കാലമങ്ങോർമിച്ചു. പൊന്നുമക്കളെ നിങ്ങൾക്കായി ഞാൻ നൊന്ത കാലമങ്ങോർമിച്ചു. മക്കൾ പോലും മറന്നല്ലോ എന്ന് ഓർത്തു കണ്ണു തുളുമ്പിപ്പോ. സാരമില്ലെന്റെ മക്കളെ നിങ്ങൾ ഒന്നു ഓർത്തിനി കേളേണ്ട. ജ്ഞാനമേകി വളർത്തിയ ഗുരു ഭൂതരെ വിട ചൊല്ലുന്നു. നല്ല മാതൃകയാലെ നൽകിയ ബോധനം മറക്കില്ല ഞാൻ. എന്റെ ഭാഗത്തുനിന്നെപ്പോഴെങ്കിലും നിന്ന വന്നെങ്കിൽ പൊറുക്കണേ. പൂക്കളേന്തിയൻ അന്ത്യയാത്രയിൽ നിങ്ങളും വന്നു കൂടണേ. വിടച്ചൊല്ലുന്നെന്റെ വീടിനോടുമെൻ നല്ലൊരാമയൽക്കാരോടും എന്നെ നന്നായറിഞ്ഞു സ്നേഹിച്ച എല്ലാവർക്കുമെൻ വന്ദനം. എന്നെയോർത്തിനി കേഴല്ലേ മേലിൽ താണുമങ്ങല്ലേ പ്രത്യാശ. ഓർത്തുകൊള്ളുക നിങ്ങളും നാളെ കൂടെ പോരേണ്ടോരാണെന്ന്. പുനരുത്ഥാനവും ജീവനുമാം നാഥൻ എന്നെ തേടി വരുന്നിതാ. രക്ഷിക്കപ്പെട്ടോർക്കുള്ള പൊന്മൂടി കർത്തൻ നീട്ടുന്നേർക്കായി. ലോകമേ എന്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എന്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ശോഭയേറുമോർ നാടുണ്ടത് കാണാമേ ദൂരെ വിശ്വാസത്താ. താതൻ വാസം നാമോർക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. വേണ്ടി പ്രാർത്ഥിക്കുവാൻ
വിളിക്കപ്പെട്ടവരാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി ആയിരിക്കാൻ നമുക്ക് സാധിക്കണം. വിലാപ ഭവനം നമ്മെ അനേക കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. വെറുമൊരു ചടങ്ങ് മാത്രമായിട്ട് നടത്തുവാനോ അതനുഷ്ഠിക്കുവാനോ അല്ല നമ്മെ ഇവിടേക്ക് ആക്കിയിരിക്കുന്നു. ഈ ദാസിക്ക് വേണ്ടി, ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഈ ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദാസിയോട് ചേർന്ന് നിൽക്കുന്ന കുടുംബ അംഗങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുവാൻ നാം ബാധ്യസ്ഥൻ. ആ ഒരു ബോധ്യത്തോടെ ആയിരിക്കണം പ്രിയപ്പെട്ടവരെ നാം ഇവിടെ ആയിരിക്കണം. ഓരോ വിലാപ ഭവനവും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് എന്ന്. ഒരു വലിയ മാനസാന്തരത്തിൻ്റെയും അനുതാപത്തിൻ്റെയും സന്ദേശമാണ് വിലാപഭവനം നമുക്ക് നൽകുന്നത്. നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടതിൻ്റെയും നമ്മുടെ മുൻപോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് നാം ചിന്തിക്കേണ്ടതിൻ്റെയും ഒക്കെ ആവശ്യകത വിലാപഭവനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ദാസിയുടെ ആത്മാവ് ദൈവസന്നിധിയിൽ സ്വീകൃതമാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി മാലാഖമാരോട് ചേർന്ന് ഈ ദാസിയെ ദർശിക്കുവാൻ ഭാഗ്യം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കും. അതാണ് നമ്മുടെ ക്രൈസ്തവ സാക്ഷ്യം എന്ന് പറയും. ദൈവം നിർമ്മിച്ചതായ ശരീരവും ദൈവം നിർമ്മിച്ചതായ ആത്മാവ് ഈ ദാസിയെ സംബന്ധിച്ച് സന്തോഷത്തിന്റെ അനുഭവമാണ്. നമ്മെ സംബന്ധിച്ച് സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി യാത്ര അയക്കുവാൻ നമുക്ക് സാധിക്കും. കർത്താവിന്റെ നിലയങ്കി ധരിച്ച് വെളിപാട് പുസ്തകത്തിൽ പറയുന്ന അങ്ങനെയാണ്. 7-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോല പിടിച്ച് സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്ന അനുഭവം. ഈ ദാസിയുടെ കയ്യിൽ കുരിശിന്റെ അനുഭവം. അത് ജയത്തിന്റെ ചിഹ്നമാണ് കുരിശ് എന്ന് പറയുന്നത്. ഈ ദാസി നമുക്ക് നൽകുന്നത് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും സന്ദേശം. ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. മാനുഷികപരമായി ദുഃഖവും പ്രയാസവും ഉണ്ടാവുമെങ്കിലും ദൈവികമായി ആത്മീയമായി ചിന്തിക്കുമ്പോൾ സന്തോഷത്തിന്റെ ഒരു യാത്രയയപ്പ് ഈ അമ്മയ്ക്ക്, ഈ ദാസിക്ക് കൊടുക്കുവാൻ സാധിക്കും. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ ഈ ദാസിയെ മുഖപ്രസന്നതയോടുകൂടി ദർശിക്കുവാൻ ഏവർക്കും ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു.
എല്ലാവിധമായ അനുശോചനവും രേഖപ്പെടുത്തി എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവ തിരുനാമം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമി നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധേന ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ഒന്നിനും പരിപാലിക്കരുവാൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരങ്ങളും ശുശ്രൂഷണം കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നിനക്ക് സ്തുതി, ശിക്ഷാവേ നിനക്ക് സ്തുതി. പാപികളായ രാജാവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ട സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്ന് രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുർബലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളവനെ വ്രത പറയുമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ മരണസമയത്തിലും ദൈവം തമ്പുരാനോട് അപേക്ഷയുള്ളണമേ. ആമീൻ. കരുണയുള്ള ദൈവമായ കർത്താവേ, നിന്നിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. നിന്റെ കർത്തകൽപ്പനയാൽ വേർപെട്ടുപോയ ഈ ദാസിയുടെ ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും കാണപ്പെടാത്ത അന്ധകാര സൈന്യങ്ങളിൽ നിന്നും ഇവിടെ വീണ്ടുകൊള്ളണമേ. ഈ ആത്മാവെ ജീവന്റെ സ്ഥാനത്തെ നീതിമാന്മാരുടെ കൂട്ടത്തിൽ ചെന്നെത്തുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഇവൾ നിന്റെ പരിശുദ്ധന്മാരുടെ കൂടെ വസിക്കുമാറാകണമേ. ഹോശോ വക്കുൽ സുബ്ഹാൻ ആമീൻ. നീ ജീവനെടു തേടുമ്പോൾ ഹല്ലേലൂയ മൃതരായി മണ്ണിൽ ചേരുന്നു. വിധവാസുതനെ വിടുവിച്ചോനെ നാമെല്ലായ്പ്പോഴും വിശ്രമമെന്നെ സ്തുതി ചെയ്താരാധിക്കണം.
മറിയം റഹ്മാനോറാകെ മേലോനു ആധാരേ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്തു ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാൻ ദൈവമേ അടിയങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കപടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. ഞങ്ങൾ നിന്ന് വാങ്ങിപ്പോണ്ട ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നതായി സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങൾ ജീവനോടെ ഇരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ആരാധനയും യോഗ്യമാകുന്നു. ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്ന് നേക്ക് നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഖമാരോടുകൂടെ വരുവാനിരിക്കുന്നവനുമായ ദൈവമായ മെസ്സിഹാ തമ്പുരാനെ സംഖ്യാതീതമായ നിലകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുമ്പ് പരിഭ്രമിച്ചം മറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രൂപന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമയങ്ങൾ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണു പോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ചേർന്ന പോയ സർവ്വശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും സൃഷ്ടിതാവും നിർമ്മിതാവും നിലയിൽ സൃഷ്ടിശക്തിയുള്ളവനെത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിക്കപ്പെട്ടവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായ അവിടുത്തെ സിംഹാസനം മുമ്പ് വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ സമയത്ത് അങ്ങയിലുള്ള പ്രത്യാശയോടെ തുടാപിച്ചിരിക്കുന്ന ഈ ദാസിയെ നിന്റെ വലത്തുഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ജീവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്ന അവസാന ദിവസം ഞാൻ അവനെ എഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവാകൊണ്ട് അരുളിച്ചതുപോലെ ആ വചനം ഞങ്ങളിലും ഈ ദാസിയിലും നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ പരേതരം നിന്റെ വലത്തുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധവും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ദൈവത്തിങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും നാം പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. നഗരകവാടം വഴിയായി ഞാൻ പോകും കേട്ടൊരു നാദം ശ്രദ്ധിച്ച് ചെന്നരികെ നീ നേറ്റം ഗേദം തോന്നും നിദത്തെ ലളിതകളെയും തരുണന്മാരെയും ബാലന്മാരെയും കണ്ടേൻ പ്രഭവനിതകളും ദാസികളും സാന്ത പാരാവത്തിൽ പാടുന്നു. സമേതം ചോദിച്ചേൻ കേഴു നേം സുന്ദരരെ വ്യഥയോടെന്തിനു പാടിയിടും നേന്നോ മൂട മിണ്ടാതെ കാണുന്നൊരു സൗന്ദര്യം പാഴായി പോയിടും ഈ രക്താംബര രുചിതയേയുൾ ലോകദാൻ ഭൂക്ഷ സുഭഗതയെ മരണമശേഷം മായിക്കുമേ സൗന്ദര്യം പ്രാത കാലത്തിൽ തെളിവാകും സൂര്യനു തുല്യം ഈ സൗന്ദര്യം പാഴ്പുൽ കൊടിയിന്മേൽ മഞ്ഞിനു തുല്യം ഈ സൗന്ദര്യം സന്ധ്യ വേളയതിൽ വാടിയിടും പൂവിനു തുല്യം പാദത്തിൽ
രൂപത്തിൽ കനിയുക കർത്താവേ ജീവൻ നൽകി തേജോ വസനം നീ അതിനെ അണച്ചിടണമേ സ്തോത്രം ബാറക്കുമാർ ബലവാനും മഹാകാരുണ്യവാനും ദയാലുവുമായ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് നീ അടുത്തിരിക്കുന്നതിനാൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിക്ക് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അണച്ചിരിക്കുന്ന ഈ ധൂപം കൈക്കൊണ്ട് സ്വർഗീയ ഓസ്ലേമിൻ മോഹനീയ വാസസ്ഥലങ്ങളിൽ ഇവിടെ ആശ്വസിപ്പിക്കണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കും ഈ നിന്റെ ദാസിയെ അർഹതയുള്ളവളാക്കി തീർക്കുകയും ചെയ്യണമേ. മോറൻ പരിചാരികതൻ സസമാധാനം കൈക്കൊള്ളുക, കന്മഷമകിലം മോചിക്കാം. ഇവളെ വിധിക്കരുത് നാഥ, നിർമായൻ നീ ഏകൻ താൻ അപരാധികളർഹിച്ചിടും നരകത്തിൽ നിവൾ രക്ഷിതയായി കൽപ്പന കാത്തവരോടൊപ്പം ശോഭന മണവറ പൂകേണം പാർക്കുമോ. മൃതിയെ നീ ഞെളിയേണ്ട മൃതരായോർമേൽ അവരുടെ മേത്തല്ലില്ല നിന അധികാരവും അവകാശമതും ബലവാനം ശ്രേഷ്ഠാവരെ വിസ്തരണം ചെയ്യോ സാക്ഷാൽ അവകാശികളും സുതരും ദാസരും അവരല്ലോ. നിൻകൈകളിൽ നിന്നവരെ വേഗം സ്വർഗമഹാരാജ്യം അഞ്ചേട മരണത്തെ ഞാൻ നിദ്രാവേദിയുമിൽ ദൈവം തീയിൽ നടത്തിയിടോ വിളിയോടഞ്ചിടോ ഞാൻ പാർക്കുമോ. നീ വാഗ്ദാനത്തെ നാടാൻ സ്വർഗമഹത്വം ചാർത്തിയിടും സോനോ ധ്വനി ജീവൻ നൽകി നിന്നെ വലത്തായി ചേർത്തിടും. കാന്തനു കാത്തോരാം കന്യാ സ്ത്രീകളെ നീ പ്രാപിക്കും സഹജ പുനരുത്ഥാനത്തിൽ. ലോകമതേ ചിന്താ വിഷയമതായി ആദിമകാലത്തെ ജന്മാനസ്വമോടി സൃഷ്ടിയോതൊരു ഞാൻ വെമ്പീശാപത്താൽ മൃത്യുനിമിത്തം വേർപിരിയും നാൾ വരെയും നാരിക
പ്രസവിച്ചിടുന്നു. ദൂതൻ ചാരേവ നിന്നെ കൊണ്ടിഹ പോയി മാരകബാണത്താൽ ഭ്രമമേറ്റി നിർദ്ദയ പീഡകളാൽ മർദ്ദിച്ചംഗങ്ങൾ ശരീര മക്കൾ പാടണമേ. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ ഹാലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. തുല്യം നരനുടെ നാൾകളവാൻ ഹാലേലൂയ ഹാലേലൂയ. പൊക്കുന്നിൽ ചെടി പോലെ പാറക്കുമോ Subhole bole provel roho kadisho. منعلم عالم العالم والمينامي ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസിയനീ ജീവസ്വരമരുണർത്തണമേ. കബറിനു ധ്യാന ാമകമീരുലോകം നിന്നധികാരം താനേന്നും തൻപാൽ മുക്തി മൃത കേകാപാർക്കുമോ. ബോല ബറോവൽ റൂഹോ ഖാദീശോ മൃതജീവ പ്രദനെ കബറിനെ തീടുന്നോനെ ത്രിത്വ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുഗ്രഹത്തിന്റെ വാക്കണമേ. പ്രാർത്ഥിക്കണമേ. വന്നവനുമായി പാട്ടുകൊണ്ടവനാകുന്നു എന്ന് ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ട് വിളിച്ചു പറയുമാറാകണമേ. ആമേൻ. സംഘടനകളുടെ നാമത്തിലുള്ളതായ അനുശോചനം ഈ സമയത്ത് അവനക്കാരെ അറിയിക്കുകയാണ്. ശേഷിച്ച ശുശ്രൂഷകൾക്കും മൃതദേഹം സംസ്കരിക്കുന്നതിനുമായി ചിങ്ങവനം സെന്റ് ജോൺസ് പുത്തൻ പള്ളിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നുള്ളതായ സമയമായിരിക്കുകയാണ്. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത്
പുതിയൊരിടം ഞാൻ തേടുന്നേ. നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ നീ പിടയരുതേ. മൃതിതൻ പടികൾ കയറുമ്പോൾ തുണ തരണേ നിൻ പ്രാർത്ഥനയാ. സ്മൃതികളിൽ എന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ബഹുമാനപ്പെട്ട തിരുമേനി, ഈ കുടുംബക്കാരെ ഞാൻ തലശ്ശേരി സിംഹാസനത്തിൽ ഈ സ്ത്രീ സഭയ്ക്ക് യാക്കോബായ ഏറ്റവും ഉചിതമായ സ്ത്രീയാണ്. അതായത് യാക്കോബായ സഭയുടെ പള്ളി കൊണ്ടുപോയി കാലഘട്ടത്തിലെ പള്ളിയിൽ ഉണ്ടാക്കി അതിൻ്റെ ആകുന്ന സമയത്ത് ഈ ഡോക്ടർമാരെ ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പള്ളിയിലെ അവിടെ ഒത്തിരി എനിക്ക് ഒരു ഓർത്തഡോക്സ് പള്ളിയിൽ പോകുമ്പോൾ യാക്കോബായ പള്ളിയിൽ വന്നിരുന്ന ഒരു കുടുംബമാണ് ഈ ഡോക്ടറുടെ. അതുകൊണ്ട് പള്ളിയിൽ പ്രത്യേകമായി ഞാൻ എല്ലാവരും വളരെ ബുദ്ധിമുട്ടുണ്ട്. കുഞ്ഞുമോളാണ് ഞങ്ങളെ വിളിച്ചിരുന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ അവിടെ ഞാൻ ഇടവകയിൽ മിക്ക ദിവസവും ഇവരുടെ വാർദ്ധക്യത്തിൻ്റെ പടിവാതിലുകളാണ് ഇവർ വരാറുള്ളത്. പള്ളിക്കാരുടെ പ്രത്യേകമായ അതായത് തലശ്ശേരി പള്ളിയിൽ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ നടത്തിക്കൊടുക്കുന്നത് പള്ളിയിലെ കരോള് പരിപാടികളൊക്കെ നടത്തിക്കൊടുക്കും. അതിലൂടെ ഇതൊക്കെ കഴിഞ്ഞ ഈ ഡോക്ടറെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് തരുന്ന പൈസ പൈസയായിരുന്നു ഒരു കൈ നിറച്ചിട്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ അവിടെ ആ സഭയിൽ ഇവരുടെ സഭയിൽ ജ്ഞാനമേലോ എന്നാണ് പറയുന്നത്. കാര്യം തലശ്ശേരി എല്ലാവരും ഒരു ഡോക്ടർ പ്രത്യേകിച്ച് ഞങ്ങളുടെ പള്ളിയിലുള്ള വീട്ടുകാർ പറയുന്നു, നമ്മുടെ ഗ്രാമപ്രദേശത്തിലെ കൈപ്പുണ്യമുള്ള വൈദ്യനാണെന്ന് പറയും. അതുപോലെ തന്നെ ഹോമിയോ തലത്തിൽ കൈപ്പുണ്യമുള്ള ഒരു മനുഷ്യനായിട്ടാണ് സെക്രട്ടറിയായി കാണുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഒരു സോചന മനുഷ്യൻ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ നാട്ടുകാരനായ സോചനയുടെ പറഞ്ഞു, എൻ്റെ പറഞ്ഞ ഈ ഡോക്ടർ ചുമ്മാ പച്ചവെള്ളം മരുന്നിന് തുല്യമാണ്, ഭയങ്കര കൈപ്പുണ്യം ഉള്ളതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഇടവകയിൽ ദുഃഖം യഥാർത്ഥമായി. അതുപോലെ തന്നെ കോഴിക്കോട് പഞ്ചായത്തിൻ്റെ പൗലോസുമാരായ എപ്പോഴും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്.
ഡോക്ടറെ പ്രത്യേകമായി തിരുമേനിയുടെ സങ്കടകരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഒരു കുടുംബത്തിൻ്റെ അനുശോചനങ്ങളൊക്കെ പറയാൻ, സംഘാസനങ്ങളുടെ അനുശോചനങ്ങളൊക്കെ പറയാൻ, ശാന്തനായ ഡോക്ടറെ ശാന്തിയും സമാധാനം, അതുപോലെ തന്നെ കുഞ്ഞുമോളാനിയുടെ വേണ്ടി സമാധാനം, കുഞ്ഞുമോളാനിയുടെ ആത്മാവിനെ ശാന്തി സമാധാനം സ്വർഗസ്വനാഥിയുടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഒരു കുടുംബത്തിനെ ചെയ്യുന്ന കർത്തവ്യം ഞാൻ തിരുവമ്പാവെ അംഗസംഖ്യ കൂടുതലുള്ള ദയവ് ചെയ്ത് കുറച്ച് പേർക്ക് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നത് Oh
സൈഡിലോട്ട് സഹോദരന്മാരെ, മറ്റാളുകളെ പോലെ നിന്നെ പ്രാപിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശുവിക്കുകയും പുനരുദ്ധാനം ചെയ്യുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അപ്രകാരം തന്നെ ദൈവം യേശുവിൽ ഉൾപ്പെട്ട് മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവിന്റെ വരവെങ്കിൽ ജീവനോടെ ശേഷിക്കുന്നവരായ നമുക്ക് നിദ്ര പ്രാപിച്ചവരെ പിന്തുടരേണ്ടി വരികയില്ല എന്ന കർത്താവിന്റെ വചനം കൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. നമ്മുടെ ദൈവത്തിന്റെ സൗന്ദര്യം ഇറങ്ങി വരും. അപ്പോൾ വിശ്വാസപ്പെട്ടവരായി മരിച്ചവർ ആദ്യം പ്രദാനം ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ അവരോടുകൂടി ഒരുമിച്ച് പരീക്ഷിക്കുന്നതായിട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ എല്ലായ്പ്പോഴും നമ്മുടെ കർത്താവിനോട് ഒരുമിച്ച് സ്ഥിതി ചെയ്യുകയും ചെയ്യും. താൻ വിശ്വസിക്കുകയും താനാരോട് പ്രാർത്ഥിക്കുകയും തൻ്റെ കുടുംബത്തെയും തനിക്കുള്ള സകലത്തെയും മനസ്സിനും സമർപ്പിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിനൊരു പൂർണ്ണത, ഒരു പെർഫെക്ഷൻ, ഒരു കംപ്ലീറ്റ് ആകുന്ന അവസ്ഥ അവിടെ ഉണ്ടാവുകയാണ്. കാരണം എന്താണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പൂർണ്ണതയിലേക്ക്
വരുവാൻ എന്തായാലും അത് നമുക്ക് ഏറ്റവും സന്തോഷകരം. ഈ ലോകത്ത് നമ്മൾ ദൈവത്തെ അനുഭവിക്കുന്നതിന് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അത് നമ്മളാരും പറയുന്നത് തിരുവചനത്തിൽ സെയിന്റ് പോൾ വ്യക്തമായിട്ട് പറയുകയാണ്. അതൊക്കെ ഇത്ര നമുക്കറിയാം കൃത്യമായിട്ട് നമ്മളോട് പറയുന്നു. ആർക്കും മനസ്സിലാകുന്ന ഭാഷ. നിങ്ങളിപ്പോൾ കാണുന്നതെല്ലാം കണ്ണാടിയും കടമൊഴിയായി കാണുന്നത് പോലെ. അപ്പോൾ കണ്ണാടിയിൽ നമുക്ക് നമ്മുടെ മുഖം കാണും. നമ്മുടെ തൊട്ടിപ്പോൾ ഒരാൾ വന്ന് നിന്നാൽ വലിയ മിററാണെങ്കിൽ ആളിനെയും നമുക്ക് ആ കണ്ണാടിയിൽ കൂടെ കാണും. അവരെങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെയാണ്. സാധാരണ ഓർഡിനറി മിററാണെങ്കിൽ അല്ലെങ്കിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ എന്നാൽ നേരിട്ടൊരാളുടെ മുഖത്തോട് നമ്മൾ നോക്കുന്നത് കണ്ണാടിയിൽ കൂടെ നമ്മളോട് ചേർന്ന് നിൽക്കുന്നല്ല, നമ്മുടെ തൊട്ട് ജസ്റ്റ് ബാക്കി നിൽക്കുന്ന ഒരാളെ കണ്ണാടിയിൽ കൂടെ നമ്മൾ അവരെ കാണുന്നത് നമുക്കെന്തോ അതിൻ്റെ പൂർണ്ണത വരികയും അറിയാതെ നമ്മൾ അത്ര നേരം അങ്ങനെ നോക്കിയിട്ട് പിന്നോട്ട് തിരിഞ്ഞാണെങ്കിൽ ആ മുഖത്തേക്ക് നോക്കണം. കാരണം ആ കണ്ണാടിയിൽ കൂടെ കണ്ടുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ നമ്മൾ അധികം ആഗ്രഹിക്കുന്നില്ല. ഏത് സാഹചര്യത്തിലാണ് അതിൻ്റെ പൂർണ്ണത നേരിട്ട് കാണും. ഇത് പരിശുദ്ധ പൗലോസ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നത്, കേൾക്കുന്നത്, അനുഭവിക്കുന്നതൊക്കെ കണ്ണാടിയിൽ നമ്മൾ കാണുമ്പോൾ എങ്ങനെ കാണുന്നു അതുപോലെ വിചാരിച്ചാൽ അതിൻ്റെ പൂർണ്ണത ലഭിക്കുന്നത് ഈ ശരീരം വിട്ട് നമ്മൾ ദൈവത്തോട് ചെന്ന് ചേരുമ്പോഴാണ്. ആ ശരീരം വിട്ട് ദൈവത്തെ നേരിട്ട് കാണാനുള്ള യാത്ര പുറപ്പെടും. അല്ലെ അതിലേക്ക് ആ അവസ്ഥയിലേക്ക് ഈ കർത്തൃദാസി നമ്മുടെ സകല ഭൂമിയിലെയും പോലെ ഈ കർത്തൃദാസി അവസ്ഥയിലേക്ക് കടന്നിരിക്കുകയാണ്. പിന്നീട് നമുക്ക് അറിയാവുന്നതുപോലെ കർത്താവിനുണ്ടാവുന്ന വരും. എല്ലാവരും കല്ലറകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നു. ന്യായവിധിയിലെ നന്മയും തിന്മയും ഒക്കെ അനുസരിച്ച് നമുക്ക് പ്രതിഫലം കിട്ടുന്നത്. ഇതെല്ലാം തിരുവചനം പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ ശരീരം വിട്ടു പോയേ തീരുമെന്നുള്ളത് ഒരു സത്യം മാത്രം. അതുകൊണ്ട് ഈ ശരീരം വിട്ട് അടുത്ത നടപടിക്രമങ്ങളിലേക്ക് ദൈവത്തെ നേരിട്ട് കാണാനുള്ള ക്രമീകരണങ്ങളിലേക്ക് അവസ്ഥയിലേക്ക് ഈ മകൾ പോകും. ഇതിൽ സ്ട്രെയിറ്റായിട്ട് വളരെ സ്വാഭാവികമായി തമ്പുരാൻ ക്രിസ്തുയേശു എങ്ങനെയൊക്കെ ആഗ്രഹിച്ചു, ദൈവം എങ്ങനെയൊക്കെ ഈ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു മനുഷ്യനെ സംബന്ധിച്ച് ആ ഒരവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നതാണ് വാസ്തവത്തിൽ ഫിസിക്കൽ ഡെത്ത് എന്ന് പറയുന്നു. അപ്പോൾ ഈ കർത്തൃദാസിയെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടെ നമുക്ക് ഈ ബന്ധുമിത്രാദികളും അയൽക്കാരും സ്നേഹിതരുമെല്ലാമായി ഈ കർത്തൃദാസിയെ നമുക്ക് അറിയുമ്പോൾ തന്നെ ഞാൻ ആദ്യം തന്നെ ഡോക്ടർ അച്ചാമ്മ എന്ന ആ കർത്തൃദാസിയെ ഓർക്കാതിരിക്കാൻ സാധിക്കും. ഈ ദേശത്തിന് മുമ്പിൽ വാസ്തവത്തിൽ വെളിച്ചമായി. അത് അങ്ങനെ പറയുവാൻ കാരണം ആ മാതാവിൻ്റെ സഹായം എൻ്റെ സഹോദരി സഹോദരന്മാർക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ആ സ്ത്രീരത്നം വാസ്തവത്തിൽ ദേശത്തിന് കൂടെ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ വീണ്ടും വ്യക്തമാക്കേണ്ടതില്ല. അത് എൻ്റെ ഇളയ സഹോദരികൾക്ക് സഹോദരികളും ഒക്കെ ആ വലിയ സർവീസ് സേവനം പ്രയോജനപ്പെട്ടിട്ടുണ്ടേ എന്നുള്ളതുകൊണ്ടാണ് ആ പേര് ഞാൻ എടുത്തു പറയുവാൻ ഈ ദേശത്ത് മുഴുവനും അതൊരു വലിയ അനുഗ്രഹമായി. That was really a blessing for the whole local community, no doubt. അപ്പോൾ ആ കാര്യം എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഞാൻ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ രുചി അച്ഛന് തിരുവച്ചു ഇപ്പോൾ തലശ്ശേരിയിൽ നിന്ന് വന്ന് ഇവിടെ നമ്മളോട് കൂടെ വന്നു. ഇവിടെ 2 വാക്ക് അനുശോചനം പറയുകയും ചെയ്യും. അദ്ദേഹം ഇതിനോട് പറയുകയായി. ഡോക്ടർ സക്കറിയ എന്നാണ് ഇങ്ങോട്ട് ഹസ്ബൻഡായിരിക്കുന്ന കന്യാകുമാരിയിൽ സക്കറിയ എന്ന് അദ്ദേഹത്തെ അവിടെ 2-3 കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചത്. അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റി ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഹാപ്പൻ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി അവിടെ ആ തലശ്ശേരിയിൽ അദ്ദേഹമായിരിക്കുന്ന സെയിന്റ് ജോർജ് സിംഹാസന പള്ളിയിൽ ആ ദേശത്ത് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ജ്ഞാനായക്കാരൻ ഡോക്ടർ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. എൻ്റെ വാക്കല്ല, ഇപ്പം നമ്മുടെ കൂടെ മധ്യത്തിലിരിക്കുന്ന ഈ എഞ്ചിയത്തിൽ പറഞ്ഞ വാക്കാണ്. അപ്പോൾ ആ ഒരു ഐഡന്റിറ്റി താൻ ചെന്നിടത്തൊക്കെ
കീപ്പപ്പ് ചെയ്തുകൊണ്ടായിരിക്കണമല്ലോ, അല്ലെങ്കിൽ ഡോക്ടർ സക്കറിയ എന്ന് പറഞ്ഞാൽ മതി. ജ്ഞാനായക്കാരൻ ഡോക്ടർ എന്നാണ് ആ പ്രദേശത്ത് മുഴുവൻ മനുഷ്യർ പറയുന്നത്. അപ്പം തലശ്ശേരി ഭാഗത്ത് ചെന്നിട്ട് താൻ ജനിച്ചു വളർന്ന ജ്ഞാനായ കമ്മ്യൂണിറ്റി അതിൻ്റെ പരോഗ്യം നാരോ മൈൻഡായിട്ടല്ല നാം കാണുന്നത്. തൻ്റെ ഐഡന്റിറ്റി, തനിക്കുള്ളതായ വലിയ അഭിമാനം അത് നിലനിർത്തുന്നത് കീപ്പപ്പ്. അപ്പോൾ അത് അങ്ങനെ പറയുന്നത് നമ്മുടെ മധ്യത്തിൽ അച്ഛനിരിക്കുകയത് അച്ഛൻ അദ്ദേഹം തിരുവഞ്ചൂരുകാരനാണ്, തലശ്ശേരിയിൽ സേവനമനുഷ്ഠിക്കുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വ്യക്തിത്വം സൂക്ഷിക്കുന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടത്. അതുപോലെ തന്നെ പുണ്യമെന്നൊരു വാക്ക് ഗീതത്തിൽ ഉപയോഗിച്ചു. സമ്പന്നരായിരിക്കുന്നവർക്ക് പുണ്യമുള്ളവരായിരിക്കും. ഡയറക്റ്റ് അതുമായിട്ട് ബന്ധമില്ലെങ്കിലും ആ പാട്ട് ഞങ്ങൾ പാടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ഒരു ചിന്ത, ഈ കർത്തൃദാസിയുടെ വേർപാടാണെങ്കിലും കുടുംബത്തോട് ബന്ധപ്പെട്ട കാര്യമെല്ലാമാണല്ലോ ഒരു മരണമെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരെയും പോകും. ഈ ഡോക്ടർ സക്കറിയയെ സംബന്ധിച്ച് ഈ മോഡാസ്വലങ്ങളിൽ അതും രചിച്ചിട്ട് പറയുകയാണ്. ആ വാക്ക് ലെറ്ററും മീനിങ്ങും ഞാൻ പറയുന്നതേ ഉള്ളൂ. അതായത് പുണ്യം എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ ഈ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ എന്നോട് സംസാരിച്ചതനുസരിച്ച് വെറും പച്ചവെള്ളം ഇത് മെഡിസിനാണെന്ന് പറഞ്ഞു കൊടുത്താലും മതി, അത്ര പുണ്യമാണ് ആ കൈക്ക്. ഇപ്പോൾ എന്നോട് പറഞ്ഞു, ഇപ്പോഴും നമ്മുടെ മധ്യത്തിലിരിക്കുന്നുണ്ടാണ് ഞാനിത് പറഞ്ഞത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം. അപ്പോൾ ഈ വാക്കുകളെല്ലാം ഞാൻ കടമെടുത്താണ് പറയുന്നത്. കാരണം എനിക്ക് ഡയറക്റ്റ് അറിയില്ലെങ്കിൽ വേണ്ട തലശ്ശേരി ആയി പക്ഷേ കൃത്യമായ വിഷ്ണു ദൈവാലയത്തിൽ നിന്ന് ഒരു വെള്ളം കൊടുത്താൽ ഒരു മരുന്നിൻ്റെ ഇഫക്റ്റ് അത്ര ഒരു ഹീലിംഗ് ടച്ച് എന്ന് പറയുന്നത്. ഹീലിംഗ് ടച്ച് ജസ്റ്റ് ഒന്ന് ഈ ഡോക്ടറെ ചെന്ന് കണ്ടാൽ മതി. ആ ദേശത്ത് അത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പ്രിയമഗ്നിയായിട്ട് ജീവിച്ചു എന്നുള്ളത് ഈ സമയത്ത് ഓർക്കാതിരിക്കാൻ വയ്യ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഈ സമയത്ത് ഓർക്കുകയും വേർപാടുണ്ടായ ഉടൻ തന്നെ ആ കുടുംബാംഗങ്ങൾ മണക്കാട്ടുള്ള ശാപച്ചനാണെങ്കിൽ പെട്ടെന്ന് വരികയും ഉടൻ തന്നെ ദാസ് കന്യാകുമാരിയിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ അവരെല്ലാം ചിങ്ങവനത്തല അരമനയിൽ സെമിനാരിയിൽ വന്ന് ഈ വേർപാടിനെ കുറിച്ച് പറഞ്ഞു. വേർപാടുണ്ടായ ഉടനെ സെർവറിയസ് പുത്രാച്ചൻ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണമെന്ന് പ്രത്യേകം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഡോക്ടർ അത് പറയുകയും ചെയ്തു എന്ന് പറഞ്ഞാണ് സ്നേഹത്തിൻ്റെ ഈ സമയം മൂലം ഞാൻ സീതത്തോട്ടിലായിരുന്നു വാസ്തവത്തിൽ. നിങ്ങൾക്കറിയാൻ കുറച്ച് ദൂരമുള്ള സ്ഥലമാണ് ഇവിടെ. സീതത്തോട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ അത്രയും ദൂരം 2 മണിക്കൂറിന് എങ്കിലും മിനിമം എടുക്കുന്ന ഡ്രൈവ്, നമ്മൾ ഡ്രൈവ് ചെയ്താൽ 2 hour മിനിമമാണ്. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോഴും സെർവറിയസ് തിരുമേനി വരുമ്പോൾ ആ ടൈം ക്രമീകരിച്ചാൽ മതി എന്ന് പറയും. നിർമാതൃ സ്നേഹത്തിൻ്റെ അനുഭവം ഞാൻ പറയാനാണ്. പൗരോഹിത്യത്തോടെ നമുക്ക് ശുശ്രൂഷകളോട് ഉദാശകളോടൊക്കെയുള്ള ആ ഒരു വലിയ സമർപ്പണം, അത് ആത്യന്തികമായി അൾട്ടിമേറ്റായി പറയുമ്പോൾ ഇറ്റ് ഗോസ് ടു അവർ ലോർഡ് ആൻഡ് ലോർഡ് സേവിയർ ക്രൈസ്റ്റ് ജീസസ്. ഇതുപോലുള്ള പൗരോഹിത്യവും ദൈവാലയവും ഉദാശകളുമെല്ലാം അവസാനം ചെന്നെത്തുന്നത് നമ്മുടെ ക്രിസ്തു യേശു. ആ കുടുംബത്തിൻ്റെ എല്ലാ സ്നേഹവും ഞാൻ പൂർണ്ണമായും സമർപ്പണത്തെ ഓർത്ത് ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളെല്ലാവരും ചേർന്ന് നമ്മുടെ പുരോഹിതന്മാരോട് ചേർന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യും. നന്ദി പറയുന്നു. ഈ കർത്തൃദാസ എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും തീർച്ചയായിട്ടും ദൈവം തന്നെ വാഴ്ത്തി തന്നോട് ചേർത്ത് നിർത്തുന്നത്. ഒരു പിതാവ് തന്നെ കുഞ്ഞിനെ പുത്രിയെ ചേർത്ത് നിർത്തുന്നത് പോലെ കർത്താവ് അനുഗ്രഹത്തിൻ്റെ ആ വർഷം അനുഗ്രഹം ഒഴുകിക്കൊള്ളട്ടെ എന്ന് പ്രാർത്ഥിക്കും. പരമ്പര സുഖാനുഗ്രഹനായ സമുദായത്തിൻ്റെ അനുശോചനം ഈ സമയത്ത് ഔദ്യോഗികമായി അറിയിക്കും. ദുഃഖാർത്ഥരായുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും ദൈവം ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. നമ്മുടെ പ്രിയപ്പെട്ട ഷൈജോച്ചന് ഈ എല്ലാ ക്രമീകരണങ്ങളും വേർപാടുണ്ടായിരുന്ന നിമിഷത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ അനുഗ്രഹമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വൈദിക സൃഷ്ടിയും ഓർക്കട്ടെ. ആയത് ശക്തിമതിയായ ദൈവമാതാവായ മാറിയും മഹാവലിയ മധ്യസ്ഥതയാൽ തന്നെ
പ്രിയരേ നമ്മളീ ലോകത്തിൽ ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാർക്ക് ജീവന് വേണ്ടി വഹിക്കപ്പെടുന്നു. മടിലേക്ക് തന്നെ തിരിച്ചേരും വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുന്നതായ കർത്തവചനം ഇതാ ഈ ദാസിയിൽ ഒരു നിമിഷം നിരവധി കൂടെ ഞാൻ സ്വസ്നേഹിതനാ സഹജന്മാരെ മുടി ജോടിച്ച നീതിപ്രിയൻ ഈ ദാസിയ നീ കന്യകളെ പോൽ ചൂടാഭരണം ചോടിക്കണം എന്നേക്കോ സ്തുതിനാഥനോ നദിനന്ദനോ വീടിനെ വാഴ്വും വീട്ടേൻ ദേവേശായൻ മാർഗത്തിൽ നികൂടായി നിന്നിടേണോ ദേവാദാസിക്കണമേ പുണ്യം നിന്മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ ഫലമായി ആകാശത്തിലുള്ള മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ ബലഹീനരും ഭാവികളുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു.
വയലിൽ പൂച്ചെടി പോലെ പാറിക്കുമോ മന്നോലം വാദാമുലോലം മീനാമേ മരണമടഞ്ഞൊരു ദാസിയെ നീ ജീവാസരമ തുടർത്തണമേ കബറിന്നു ധ്യാനോ വീരത്തിൽ നിന്നെഴുന്നള്ളേ ജീവൻ പ്രതരാമേവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നീ അവരവരോടെഴുന്നേ ഉയരേകോ നീന്നെ സ്തുതി ചെയ്തിടുന്നു പറയുമോ ശരീരം പക്ഷേ രക്തം പാനം ചെയ്യോൻ പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ എന്നും അവൻ ജീവിപ്പാനെത്തിട്ട് മരിച്ചതു ഞാൻ എന്നും കാത്ത തന്നരുടെന്ന് മഹത്വം കൊടിയോറാകെ മേലനുവാമേ അനുകൂലത്തിന്റെ പര്യാപ്തമാകണമേ കർത്താവേ അസുഖത്തെ കുറിച്ച് വെച്ചിട്ട് നോക്കി പ്രത്യമാക്കണമേ രാവിലെ ശാഖിനെ ആകൃതിയെ പാർപ്പിക്കണമേ വന്നു ശരിയാണ്